എങ്ങനെയാണ് നമ്മുടെ വീഡിയോ പെർഫോമൻസ് തമ്പനയിൽ വളരെ മോശമായി കാണിക്കുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു സക്സസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും, വ്യൂസ് ആണെങ്കിലും സബ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും കൂടി വരണമെന്നല്ലേ. അതുപോലെ തന്നെയാണ് എനിക്കും വ്യൂസ് ഓരോ ദിവസവും ഇൻക്രീസ് ആയി വരണം ഓരോ വീഡിയോക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ. ഓരോ വീഡിയോയും നമുക്ക് എന്താ പറയാ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ നല്ല വ്യൂസ് ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. പക്ഷെ നമുക്ക് ചില കാരണങ്ങളെ വച്ചാല് വീഡിയോസിനും വ്യൂസും എന്താ പറയാ വാച്ചവേഴ്സും സബും ഒന്നും ലഭിക്കത്തില്ല. അപ്പോൾ അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോന്റെ തമ്പനിയിൽ മോശമായി കഴിഞ്ഞാൽ നമുക്ക് തീരെ വ്യൂസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ തമ്പനിയിൽ നന്നായിട്ട് നമ്മുടെ വീഡിയോ കണ്ടന്റ് മോശമായി കഴിഞ്ഞാൽ നമുക്ക് തീരെ വ്യൂസ് ഉണ്ടാവില്ല. വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചവേഴ്സ് ആണെങ്കിലും ഒന്നും തന്നെ നമുക്ക് കൂടി വരത്തില്ല അല്ലേ. അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്നു. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നോക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വീഡിയോ അനലിറ്റിക്സിലൊക്കെ പോയിട്ട് നോക്കാറുണ്ടോ വീഡിയോ എങ്ങനെയാണ് പെർഫോമിങ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പൊ നിങ്ങൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു 10 മണിക്ക്. അപ്പോൾ രാവിലെ 10 മണിക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കത്തില്ലയോ? തിരിഞ്ഞ് നോക്കുമോ? എന്താ ചെയ്യാറുള്ളത്? ചിലപ്പോൾ കമന്റ് വരുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ടോ? നിങ്ങൾ നോക്കൂലേ? വെറുതെ വീഡിയോന്റെ താഴെ ഇങ്ങനെ ജസ്റ്റ് വ്യൂസ് കൂടുന്നുണ്ടോ കമന്റ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ടാകും വിചാരിക്കുന്നു. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ആകാത്തവർ ആ ഒരു എന്താണ് ഇതോടുകൂടി നോക്കിക്കൊണ്ടേയിരിക്കൂലേ. പിന്നെ സബ് നോക്കും, സബ് കൂടുന്നുണ്ടോ എന്ന്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ നോക്കത്തില്ല. അതിന്റെ എങ്ങനെയാണ് അതിന്റെ അനലിറ്റിക്സ് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇതുവരെ? നിങ്ങൾക്ക് നോക്കിയതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്താണ് ഡൗൺ ആകുന്നതും അല്ലെങ്കിൽ നമ്മുടെ വ്യൂ കൗണ്ട് കൂടി വരുന്നതും നമുക്ക് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റൂലേ. മേലോട്ടും താഴോട്ടൊക്കെ ആരോ കാണിക്കാറുണ്ട്. മേലോട്ട് പോകുന്നത് നമുക്ക് വ്യൂസ് കൂടി വരികയാണെന്ന് വെച്ചാൽ ആരോ മേലോട്ട് കാണിക്കും ഗ്രീൻ കളറിൽ. വ്യൂസ് കുത്തനെ കുറയുകയാണെന്ന് വെച്ചാൽ എന്താണ് ബ്ലാക്ക് കളറിൽ ആരോ താഴോട്ട് കാണിക്കും അല്ലെ, ഡൗൺ ആയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഞാനിത് എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഏകദേശം ഒരു മണിക്കൂറിന്റെ ഉള്ളിലുള്ള ആ ടൈം ഫുള്ളും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. കാരണം എങ്ങനെയാണ് നമ്മുടെ വീഡിയോ പെർഫോമൻസ് തമ്പനയിൽ വളരെ മോശമായി കാണിക്കുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. തമ്പനയിൽ മോശമായി കാണിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റാറുണ്ട്. അപ്പൊ നിങ്ങൾ മാറ്റാറുണ്ടോ? ഇതുപോലെ എനിക്ക് മാറ്റിയിട്ടാണ് ഒരുപാട് വ്യൂസ് മുമ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നല്ല 2 വീഡിയോ ഉണ്ട്. അതിൽ നല്ല പെർഫോമൻസ് ആണ് ഞാൻ കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നല്ലൊരു കണ്ടന്റ് ആണ് അതിൽ കിടക്കുന്നത്. പക്ഷെ അത് ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ തമ്പനയിൽ വളരെ ഡൗൺ ആയിട്ട് കാണിച്ചിട്ടോ. എന്താണ് എവിടെ എത്തിയില്ല വ്യൂസ്. വളരെ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, വീഡിയോ എടുക്കുന്നവർക്ക് നല്ല കഷ്ടപ്പാടാണ്. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കമ്പനിയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ അതിൽ സമയം ചെലവഴിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് അതറിയാൻ പറ്റും. അപ്പൊ വെറുതെ നമ്മൾ കണ്ടിക്കുട്ടി എടുക്കുന്നവർക്ക് കാര്യമില്ല, വെറുതെ ഒന്നും സെറ്റ് ചെയ്യാതെ വെറുതെ ഇടുന്നവർക്ക് കാര്യമില്ല. പക്ഷെ നല്ല രീതിയിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഇടുന്നവർക്ക് നല്ല കഷ്ടമാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. അപ്പോൾ ഹൈപ്പ് ഫസ്റ്റ് കമന്റ് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാനിൽ ഫസ്റ്റ് കമന്റ് ഉണ്ടാകത്തില്ല. അതിന്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും. അല്ലെങ്കിൽ ലൈക്ക് കമന്റ് സൂപ്പർ താങ്ക്സ് എന്ന ആ ലൈനിൽ തന്നെ ഹൈപ്പ് എന്ന് എഴുതിയിട്ടും അതിന്റെ ചിഹ്നവും കൊടുത്തിരിക്കും. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പും കൂടെ തരിക. അപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മറന്നു പോകും ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് തരാനൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 10-65 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ തുടക്കക്കാർക്കാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ പറ്റുകയാണെന്ന് വെച്ചാൽ അതും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അപ്പൊ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്ക് റീച്ച് കിട്ടാതെ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. ഓരോ വീഡിയോക്കും റീച്ച് താഴുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ 2 വീഡിയോക്കും ഭയങ്കര വ്യൂസ് കുറഞ്ഞു കേട്ടോ. ഒന്നാമതായിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞ ഒന്നുമല്ലാത്ത ഒരു അവിടെ നിന്ന് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആണ്. അതിൽ ആകെ ഡൗൺ ആയിരുന്നു കേട്ടോ. എന്താ പറയാ,
വ്യൂസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അതിന്റെ തമ്പനയിൽ ഇങ്ങനെ ഡൗൺ ആയപ്പോൾ നമ്മൾ യൂട്യൂബ് നമുക്ക് കാണിച്ചു തരും, എന്താണ് ചേഞ്ച് ചെയ്ത തമ്പനയിൽ, ചേഞ്ച് ചെയ്ത ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ആണെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ആണെങ്കിൽ ഗ്രേറ്റ്, അങ്ങനെയും കാണിക്കും. വെൽഡൻ ആണെങ്കിൽ വെൽഡനും കാണിക്കാറുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. തുറക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ ഇങ്ങനെ ഇട്ടപ്പോൾ മോണിറ്റൈസേഷൻ ആയ സമയത്തായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ, താഴ്ന്നപ്പോൾ ഞാൻ കുറേ തവണ ഒരു ദിവസം ഇങ്ങനെ തമ്പനയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത് തമ്പനയിൽ ഇട്ടിട്ടും എൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് ഉയർന്ന് കാണിക്കുന്നില്ല, വ്യൂസ് വരുന്നില്ല. നമ്മൾ ആ സ്പോട്ടിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുന്നില്ല എന്ന്. അപ്പോൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ. അത് താഴ്ന്നതും ആ താഴ്ന്ന സമയത്ത് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ തവണ മാറ്റി. പിന്നെ ഏകദേശം ഒരു 10-15 തവണ കമ്പനിയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഭാഗ്യത്തിന് ക്ലിക്ക് ത്രൂ റേറ്റ് ശരിയായത്. ഏകദേശം ഇപ്പൊ വരയ്ക്ക് അതിൽ 8000 കൂടുതൽ, 8500 അടുത്ത് വ്യൂസ് വന്നെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതേപോലൊരു വേറെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സ്റ്റക്കായ വീഡിയോകൾ ഉണ്ടാകത്തില്ല, വ്യൂസും കാര്യങ്ങളൊക്കെ താഴ്ന്നത്. അതിൽ നമുക്ക് യൂട്യൂബ് തന്നെ കാണിച്ചു തരും. പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഒരു വീഡിയോയുടെ കാര്യം പറയാം. ഒരാഴ്ച ഇട്ടത് എൻ്റെ ചാനലിനെ മാറ്റിമറിച്ച സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്പനയിൽ ഞാൻ ആദ്യം ഇട്ടതല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. കാരണം ഞാൻ ആദ്യം 2-3 തമ്പനയിൽ ഇട്ടിട്ട് ചേഞ്ച് ചെയ്തായിരുന്നു. കാരണം ആദ്യത്തെ തമ്പനയിലൊന്നും ക്ലിക്ക് ത്രൂ റേറ്റിൽ വന്നില്ല. പക്ഷെ വീഡിയോ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റ് എന്താണ് വളരെ ലോ ആയിരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ പെട്ടെന്ന് ഇടുകയാണ്. ഞാനൊക്കെ തമ്പനയിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാക്കിയിടുന്നതാണ്. അപ്പോൾ നമുക്ക് അത്ര ക്വാളിറ്റിയോട് കൂടി ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ. അപ്പോൾ അതും ഡൗൺ ആയി പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ വീണ്ടും 2-3 തമ്പനയിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ എങ്ങനെയോ ഭാഗ്യത്തിന് അതിൻ്റെയും തമ്പനയിൽ കറക്റ്റായിട്ട് വന്നു. അതിൽ ഏകദേശം 13,000 കൂടുതലോളം, ഇപ്പൊ ഏകദേശം 14,000 അടുത്ത് എത്താനായി വ്യൂസ് എന്ന് പറയുന്നത്. അതെനിക്ക് വളരെ ഹൈപ്പും നേടുത്തുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ടോപ്പ് 100 ഹൈപ്പിൽ എത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 92 ഹൈപ്പ് വരെ അതിനെനിക്ക് 92ാമത്തെ പോയിന്റിൽ നിൽക്കാൻ പറ്റി 100-ൽ. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾക്കും ഇതുപോലെ തമ്പനയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ ഏതെങ്കിലുമൊക്കെ തമ്പനയിൽ വീഡിയോന്റെ തമ്പനയിൽ മാറ്റിയിട്ട് കാര്യമില്ല. നമുക്ക് നന്നായിട്ട് നമ്മൾ വീഡിയോ കണ്ടന്റ് ഇട്ട തമ്പനയിൽ ഉണ്ടാകത്തില്ലേ? അപ്പൊ നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. നല്ല വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ എന്നിട്ട് നമുക്ക് റീച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു നമുക്ക് തോന്നലുണ്ടാകും. അങ്ങനത്തെ വീഡിയോസിന്റെ തമ്പനയിൽ താഴോട്ട് കാണിക്കുകയാണ് വെച്ചാൽ നമുക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഡൗൺ ആവുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറ്റി കൊടുക്കണം. അല്ലാതെ പിന്നീട് മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കേട്ടോ വീഡിയോന്റെ കാര്യത്തിൽ. കാരണം വീഡിയോസ് നമ്മൾ ഇട്ട സമയത്ത് തന്നെ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങളും കിട്ടേണ്ടതായിരിക്കും. തമ്പനയിലെ കാരണം കൊണ്ട് മാത്രം ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ സമയം യൂട്യൂബ് പറയുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വ്യൂസ് കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ ഡൗൺ ആയി പോയിട്ടുണ്ടാകും. എല്ലാ വീഡിയോയ്ക്കും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഉറപ്പുള്ള വീഡിയോ, നല്ല കണ്ടന്റ് ആണ് എന്ന് ഉറപ്പുള്ള വീഡിയോയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി കുറവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് പറയുമ്പോൾ തന്നെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് വീണ്ടും പറയാനുള്ള കാരണം നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ നല്ല റീച്ച് കിട്ടിയ ആ 2 വീഡിയോന്റെയും അനലിറ്റിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുക എന്നും പറഞ്ഞു തരുന്നതായിരിക്കും. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രീൻ റെക്കോർഡ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ആദ്യം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കും. ഇട്ട വീഡിയോസൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ തമ്പനയിൽ ചേഞ്ച് ചെയ്ത വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല വ്യൂസും വന്ന ഒരു വീഡിയോ ആണ്. നല്ല വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9,000 അടുത്ത് എത്താനായി ഏകദേശം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കാണിച്ചു തരാം ഏത് വീഡിയോ ആണെന്ന്. അപ്പോൾ ഒരുപാട് തമ്പനയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഇതാണ് ആ വീഡിയോ. ഒരു കണ്ടന്റും ഇല്ലാത്ത എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ളത് ഇത് പലതരത്തിൽ ഞാൻ തമ്പനയിൽ കൊടുത്തിരുന്നിട്ടാണ് ചേഞ്ച് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ വീഡിയോ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂസും ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റും കാണാൻ സാധിക്കും. അതിപ്പോൾ മേലോട്ടാണ്, ആരും മുമ്പ് താഴോട്ടായിരുന്നു കേട്ടോ. ഞാൻ മാറ്റി കൊടുത്തപ്പോഴായിരുന്നു എനിക്ക് നല്ല വ്യൂസ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ പെർഫോമൻസ് താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ യൂട്യൂബ് തന്നെ കാണിച്ചു തരും ചേഞ്ച് ചെയ്ത ടൈറ്റിൽ ആൻഡ് തമ്പനയിൽ എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളെ വീഡിയോ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്കിലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് വളരെ കൂടുതൽ വ്യൂസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് പോയാച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എൻ്റെ ചാനലിനെ മാറ്റിമറിച്ച സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനും തുടക്കത്തിൽ തമ്പനിയിൽ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോഴായിരുന്നു ഇതിൻ്റെ വ്യൂസ് ഏകദേശം 14,000-ൽ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ വാച്ച് ടൈമും കിട്ടി, സബ്സ്ക്രൈബേഴ്സും കിട്ടി. പിന്നെ ഈ വീഡിയോയ്ക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 100 ഹൈപ്പിലും എത്താൻ സാധിച്ചു കേട്ടോ. 92ാമത്തെ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോയും ഇതുപോലെ താഴെയാണ് ആരോ മാർക്ക് കാണിക്കുന്നതെങ്കിൽ യൂട്യൂബ് പറയുന്നത് പോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ചെയ്തത്. ഇനി ഡൗൺ ആയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ എല്ലാം ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇനി എന്ത് ചേഞ്ച് ചെയ്താലും എനിക്ക് വ്യൂസ് കിട്ടില്ല. കാരണം ഇത് ഞാൻ കുറേ ആയി ഇട്ടിട്ട് ഒന്നാമത്. പിന്നെ ഞാൻ കുറേ ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പോലെ എൻ്റെ ഓഡിയൻസ് ഈ വീഡിയോ എല്ലാം കാണാൻ താല്പര്യപ്പെടുന്നത് യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ ആരും കാണാത്തത് കൊണ്ട് വ്യൂസ് വളരെ ഡൗൺ ആയി. അപ്പോൾ വീഡിയോ ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. പക്ഷേ ഇത് ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഡൗൺ ആയത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ കുത്തിപ്പൊക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡൗൺ ആകുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വ്യൂസ് കൂടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഡൗൺ ആകുമ്പോൾ തന്നെ യൂട്യൂബ് കാണിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ തമ്പനയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉറപ്പുള്ള വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് വ്യൂസ് കൂടി വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. വ്യൂസ് കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കൂടി വരും നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.